ചിലയിടങ്ങളിൽ ഉയർന്നും ചിലയിടങ്ങളിൽ താഴ്ന്നുമാണ് മലൈക്കോട്ടെ വാലിബാൻ സഞ്ചരിക്കുന്നത്. മലയാളത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ല ഈ മോഹൻലാൽ ചിത്രം. പരിധികളില്ലാതെ ചിന്തിച്ച് സിനിമയെന്ന ഭ്രാന്തിനൊപ്പം നടക്കുന്ന ഒരു സംവിധായകൻ ആവശ്യപ്പെടുന്നത് എന്താണോ അതിനുവേണ്ടി പരിധികളും പരിമിതികളും പരാതികളും ഇല്ലാതെ നിലകൊള്ളുന്ന നടനും കൂടെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന നിർമ്മാതാക്കളും. മലൈക്കോട്ടെ വാലിബാൻ എന്ന ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒത്തിണങ്ങുമ്പോഴും ഒഴുക്കില്ലാത്ത, പ്രേക്ഷകനുമായി കണക്ട് ആവാത്ത കഥാപാത്രങ്ങളുമുള്ള തിരക്കഥ തന്നെയാണ് ചിത്രത്തിൽ വെല്ലുവിളിയാകുന്നത്. ഡയലോഗുകളിലെ അതിഭാവുകത്വം ന്യായീകരിക്കാൻ കഴിയുമ്പോഴും കഥ പറഞ്ഞിരിക്കുന്ന രീതി എല്ലാവർക്കും ദഹിക്കില്ല. ചിലയിടങ്ങളിൽ ഉയർന്നും ചിലയിടങ്ങളിൽ അമ്പേ താഴ്ന്നുമാണ് വാലിബന്റെ കഥ പറച്ചിൽ. കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവത്തെയും രജിസ്റ്റർ ചെയ്യുമ്പോഴും എന്തിനാണ് ഈ സീൻ ഇപ്പോൾ ഇവിടെയെന്ന് ചോദ്യം ഇടയ്ക്കിടെ ഉയരുന്നുണ്ട്. ക്യാമറ, ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം, ഫൈറ്റ്, കാസ്റ്റിംഗ് തുടങ്ങി എല്ലാ മേഖലകളിലും മികവ് പുലർത്തുമ്പോഴും തിരക്കഥയിലെ ഇഴച്ചിലാണ് ചിത്രത്തിനെ പിറകിലേക്ക് വലിക്കുന്നത്. മാസ് ചിത്രത്തിനുപരിയായി ഇതൊരു ഇമോഷണൽ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചിത്രം കൂടിയാണെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മുമ്പേ പറഞ്ഞിരുന്നു. എന്നാൽ സ്ക്രീനിലെത്തുന്ന ഒരു കഥാപാത്രവുമായും വൈകാരിക അടുപ്പമുണ്ടാക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നില്ല. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങളോ കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളോ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ സംവിധായകനോ തിരക്കഥാകൃത്തിനോ സാധിക്കുന്നില്ല. അതേസമയം സ്ക്രീനിലെത്തിയ ഓരോ താരങ്ങളും തങ്ങളുടെ റോൾ മനോഹരമാക്കുന്നുണ്ട്. വാലിബാനായി എത്തുന്ന മോഹൻലാൽ ഒരു യോദ്ധാവിന്റെ തികഞ്ഞ ശരീരഭാഷയ്ക്കൊപ്പം തന്റെ റോൾ മികച്ചതാക്കുന്നുണ്ട്. അയ്യനാരെ അവതരിപ്പിച്ച ഹരീഷ് പേരടി തന്റെ ഭാവങ്ങൾ വെള്ളിത്തിരയിൽ നിറഞ്ഞാടുന്നു. എടുത്തു പറയേണ്ടത് ചിത്രത്തിൽ ചമതകന്റെ റോൾ ചെയ്ത ഡാനിഷ് സെട്ടാണ്. ഹൈനയുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഈ റോൾ ഡാനിഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ചിന്നപ്പയ്യൻ, ജമന്തി തുടങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും തങ്ങളുടെ റോൾ മികച്ചതാക്കി. ചിത്രത്തിൽ രംഗറാണിയുടെ തോഴിയായി എത്തുന്ന സഞ്ജനയും കഥാപാത്രത്തോട് നീതി പുലർത്തി. മാറാനോ ഇംപ്രസ് ചെയ്യാനോ താൻ തയ്യാറല്ലെന്ന് മുമ്പ് തന്നെ ലിജോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംവിധായകനെ വിശ്വസിച്ച് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മറ്റ് അണിയറ പ്രവർത്തകരെയും പ്രേക്ഷകരെയും ഇംപ്രസ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും പരിഗണിക്കുകയെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ ലിജോ ചെയ്യണം.